എന്റെ മോനെ രക്ഷിക്കാൻ ആരുമില്ലേ? ഒന്നും ചെയ്യണ്ടേ? എന്റെ മോനെ രക്ഷിക്കില്ലേ? എന്റെ മോനെ മോളെ കടപ്പുറത്ത് ഇന്നൊരു നേർച്ച പെരുന്നാളിനുള്ള ആളുണ്ടായിരുന്നു. ബോട്ടുകാരായി വഴക്കിട്ടെന്ന് പറഞ്ഞ് നമ്മുടെ മാർക്കോസിക്കാനെ കോയിക്കാതരും കൂട്ടരും തല്ലി. അല്ലാ, എന്നിട്ട് ഇത്തിരി കഴിഞ്ഞപ്പോ മുകുന്ദേട്ടന്റെ ചായക്കടയിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്ന് കോയിക്കാതറിനെ അടിച്ച് ചമ്മന്തിയാക്കി. ഉമ്മ നേരാ? ഓൻ ആരാ മോളെ? നല്ല നീളവും പൊക്കൊക്കെ ഉള്ള ആളാ. വരത്തനാണെന്നാ തോന്നണത്. ഇനി ഈ കടപ്പുറത്ത് കോയിക്കാതറിന്റെ വെളച്ചിൽ നടക്കൂല. അല്ലാ, ഇനിയെങ്കിലും ഇവിടുള്ളവർക്ക് മനസമാധാനായിട്ടൊന്ന് കഴിയാലാ. ഓന്റെ പേരെന്താ മോളെ? പേര് ബാപ്പുട്ടി. പേര് പോലെ തന്നെ അല്ല, ഉറപ്പാണല്ല കൈക്കും കാലിനും. എടിമേരിയെ, നീ അവിടെ എന്തെടുക്കണേന്? വെള്ളം ചൂടാകാറായ? ആ, കുളിക്കാനല്ല, ഇത് കച്ച പിടിക്കാനാണ്. നിങ്ങൾ എന്തിനാണ് വെറുതെ തെള്ളിച്ചമ്മീനെ പോലെ കിടന്ന് പടയ്ക്കണത്? ഇതൊന്ന് അനത്തിയെടുക്കണ്ടേ? ദേ, ഇതാണ് എന്റെ പെണ്ണുമ്പിള്ള. ബാപ്പുട്ടിക്ക കോഴിക്കാതറിനെ അടിച്ചു വീഴ്ത്തിയപ്പോ രണ്ട് കൈയും പൊക്കി ആദ്യം കൈ അടിച്ചത് ഇവളാണ് കേട്ടാ. നിങ്ങളൊന്ന് ചുമ്മാ ഇരിക്കണണ്ട. നീ എന്തായാലും പെണ്ണ് കാണാമെന്ന മാതിരി ലഞ്ഞിച്ച് മാറി നിൽക്കണത്. തുണി മുച്ചൊന്നങ്ങാട് കച്ച പിടിച്ചു കൊടുക്കണ എന്റെ കൊച്ചുമേരി. പൊള്ളണണ്ടാ? എടിയേ, അത്താഴത്തിന് നിന്റെ ചെമ്മീൻ മുളക് ഇട്ടത് വേണം കേട്ടാ. സ്വാറ തിന്നാൻ ബാപ്പുട്ടിക്കുണ്ടാവും. എനിക്ക് വേണ്ട, ഉടനെ പോണം. ആ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണിത്? സോക്കേട് മാറിയിട്ട് പോയാ മതി. വേണ്ട, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും.
ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട്? കോഴിക്കാതറിനെ കൊണ്ടുള്ള ഇടങ്ങേറി ഇന്നത്തോടെ തീർന്നു. ഇനി മനസമാധാനമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാവില്ല. അല്ലടി മേരിയെ? ഉം.